മാതാ പിതാ ഗുരു ദൈവം. ദൈവത്തിനും ഗുരുക്കന്മാർക്കും മുന്നേ അപ്പച്ചനെ അമ്മച്ചിയൊക്കെ നമ്മൾ അവർക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ദിയോണച്ചന്റെ പ്രാർത്ഥന ചെറുതല്ല. എല്ലായിടവും അന്നവിടെ വയലുണ്ടാന്നേ, വയലിറയെ കതിരുണ്ടാന്നേ, കതിർകൊത്താൻ കിളി വരുമാറേ, കിളികൾ പാടണ പാട്ടുണ്ടാന്നേ. എല്ലാവർക്കും നല്ല പ്രശ്നമാണ്. പ്രശ്നം അലമ്പാവും ഇതൊക്കെ വരുമ്പോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെറുനാടൊരു കാല തന്നുകൂടി നടന്നൊരു പെണ്ണെ. ഹലോ, ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. കണ്ണുനീരിലും കാറ്റൊടു കണ്ണുനീരിലും കാറ്റ യേശുവിനെ ഉയർത്തിടുവാൻ. കൊണ്ടുപോകുമായിരുന്നു പിതാവ്. അനുഭവിച്ചിട്ടുള്ള അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമ സ്നേഹപൂർവ്വം നമുക്ക് മനസ്സിന്റെ റോക്കിലൂടെ ഒരു കൂണിപ്പടിയുണ്ട്, അതില് മുകളിലോട്ട് കയറി മുകളിൽ നൽകിയിരിക്കാവുന്നതാണ്.
ശക്തി ജീവിതത്തിൽ അവസാനം വേദിയിൽ നൃത്തരൂപത്തിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനായ മണാലിക്കാട് നിത്യസഹായമായ സായപ്രഭ അംഗങ്ങളായ റെജീന ജോർജ്, റോസ്ലി സെബാസ്റ്റ്യൻ, സിസ്ലി ജോർജ്, കിഡ്സിന്റെ വളർച്ചയിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കിഡ്സിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട പോൾ തോമസ് അച്ഛൻ. അംഗങ്ങൾ ഓരോ ഇടവകയിലും സഹകരിക്കുന്നവർ ഇവരുടെയൊക്കെ കൂട്ടുത്തരവാദിത്തത്തോടെ വളരെ ഭംഗിയായി അപ്പച്ചന്മാരും അമ്മച്ചമാരും അവരുടെ പിതാവ് വളരെ സുന്ദരമായി അവിടുത്തെ ചായപ്രഭയെ കൊണ്ടുപോകുമായിരുന്നു. പിതാവ് അവരുടെ പിതാവായി ഈ രൂപതയുടെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം റൂബി ജൂബിലിയുമായി ബന്ധപ്പെട്ട് 3 വർഷങ്ങൾക്കപ്പുറം രൂപതയുടെ എല്ലാ സംവിധാനങ്ങളും ഏറ്റവും മഹത്തരമാകണമെന്നാണ് അവരുടെ പിതാവിന്റെ സ്വപ്നം. ആ സ്വപ്നത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ചായപ്രഭ ഒന്ന് നടത്തപ്പെടുന്നത്. അപ്പോൾ അഹോരാത്രം രൂപതയ്ക്ക് വേണ്ടി അധ്വാനിച്ച് നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ തന്നെ നാട്ടുകാരിയായ വൈദ്യകാരിയായ അതോടൊപ്പം നമ്മോടൊപ്പം 1975 മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചു. അതിനുശേഷം മമ്മൂട്ടിയോടൊപ്പം തന്നെയാണ് ആദ്യത്തെ സിനിമ അണ്ണൻ തമ്പിയിൽ അഭിനയിച്ചത്. നമ്മോട് ഞാനൊരു വേറൊരു മീറ്റിങ്ങിലാണ് നമുക്കറിയാം സംഭാഷണം ചെയ്യുന്ന ആളാണ്, സിനിമാ നടനാണ്. അതിനേക്കാൾ ഇന്ന് നമ്മോട് കൂടെയുള്ളത് എങ്ങനെ രൂപതയുടെ വളർച്ചയിൽ പങ്കാളിയാകണമെന്ന് ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ. സ്നേഹപൂർവ്വം നമുക്ക് മനസ്സിന്റെ റോക്കി കളത്തിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ആഗ്രഹിക്കുന്നത് പിതാ ഗുരു ദൈവം. ദൈവത്തിനും ഗുരുക്കന്മാർക്കും മുന്നേ അപ്പച്ചനെ അമ്മച്ചിയൊക്കെ നമ്മൾ അവർക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വലിയ നന്മകൾ നേടുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം ആദ്യത്തെ വിദ്യാലയമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല അധ്യാപകരാണ്. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നല്ല ദേവാലയങ്ങളാണ്, ആദ്യത്തെ ദേവാലയങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഓരോ രീതികളൊക്കെ പഠിപ്പിക്കുന്ന നിങ്ങളോട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ദൈവത്തിനടുത്ത, ഗുരുവിനടുത്ത, മാതാവിനടുത്ത, പിതാവിനടുത്ത എല്ലാ നന്മകളും പ്രസരിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ഇതിന്റെ സംഘാടകരെ, പ്രിയപ്പെട്ട അപ്പച്ചനമ്മച്ചിമാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഈ സദസ്സിൽ പിതാവിന്റെ സദസ്സിൽ ഉദ്ഘാടനം നടത്തുക എന്ന ഒരു കർമ്മം ഞാൻ ചെയ്യേണ്ടത് വന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റുള്ള എല്ലാവരോടും ഭയങ്കര സന്തോഷമായിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാനെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരാണ്. നീ എന്ത് പറയാനാണ്? എല്ലാ അപ്പച്ചനും വിശ്വസിക്കും. ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലാതെ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നത് വളരെ സന്തോഷം. അതിലൂടെ സംഘടിപ്പിച്ച ആ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒരു സമയം കഴിയുമ്പോൾ മാതാപിതാക്കന്മാരും പേരക്കിടാങ്ങളെ നോക്കാൻ വേണ്ടി മാത്രം സ്കൂൾ വഴി വല്ലതും നോക്കാനും പാല് മേടിക്കാനും ബിസ്ക്കറ്റ് മേടിക്കാനും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരുപാട് അപ്പനും അമ്മയും ഇവിടെ തനിച്ചാക്കിയിട്ട് മക്കളെല്ലാവരും പുറത്തുപോയി അവരുടേതായ ജീവിതം തേടുകയും തേടാതിരിക്കാനും നിവർത്തിയില്ല. കാരണം നമ്മുടെ കാലം അതാണ്. കാശ് നേടിയത് എന്തും നടക്കും. അപ്പൊ അതുകൊണ്ട് മക്കളെല്ലാവരും നമ്മൾ പഠിപ്പിച്ച് എല്ലാം റെഡിയായി കഴിയുമ്പോൾ അവർ പോവുകയും നമ്മൾക്ക് അവരെ തടയാനും നിവർത്തിയില്ല. നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും ആ ഒറ്റപ്പെടലിൽ നിന്നൊരു വ്യത്യാസം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു സംഘടന ഉണ്ടാവുകയും ഇതിലെല്ലാവരും കൂട്ടായ്മയും ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം. എല്ലാവരും എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലേ? വെറുതെ സിനിമയിലേക്ക് വന്നൊന്നുമില്ല. 16 വയസ്സിൽ തുടങ്ങി കഷ്ടപ്പെട്ട് 37 വർഷം നാടകം കളിച്ച് അതിനുശേഷം ഏതോ ഒരു സുപ്രഭാതത്തിൽ ദൈവം നമ്മളതുപോലെ കിട്ടിയതാണ് സിനിമ. ആ സിനിമ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-40 സിനിമയിലൊക്കെ ഞാൻ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞ ഒരു ഡയലോഗ് പോലും പാഴായി പോയില്ല, എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഒരു വലിയൊരു സദസ്സിനെയൊക്കെ അഭിമുഖീകരിക്കാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നു. പിന്നെ ചെയ്തതിൽ നല്ല വേഷം കിട്ടിയപ്പോൾ നമുക്കൊരു അവാർഡ് കിട്ടും. അതൊരു ഭാഗ്യം. അപ്പൊ ദൈവം തന്ന ഒരു കഴിവാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടായ്മയിലേക്ക് വരാൻ എന്നെ ഒരുക്കിയത്. ഒരു നാടകനടി എന്ന് പറയുമ്പോൾ ആരും ഉദ്ഘാടനത്തിന് വിളിക്കാറില്ല. ഒരുപാട് കാലം നാടകം കഴിഞ്ഞിട്ട് നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു സിനിമ വന്നപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ്. അതാണ് സിനിമയിൽ നാടകമൊക്കെ ആയിട്ടുള്ള വ്യത്യാസം. സിനിമയിലാകുമ്പോൾ എല്ലാവരും അറിയും. എല്ലാ കൊച്ചുമക്കളും എല്ലാ അമ്മമാരും വീട്ടിലിരുന്ന് TV കാണുമ്പോൾ ഇവരെല്ലാവരും ഓർക്കും. പക്ഷെ ഒരു നാടകനടി എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ മാത്രം കളിച്ചു പോയി അവരത് ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ നാടകമാണ് നമ്മളെ സിനിമയിലേക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ എത്തിച്ചത്. നാടകത്തിൽ നിന്ന് കിട്ടിയ അറിവുകൊണ്ടാണ്. ഞാൻ ഒരുപാട് നല്ല നല്ല നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ടി. ജാനകി, തിലകൻ ചേട്ടൻ, NF വർഗീസ്, അങ്ങനെ ഒരു തര ആളുകൾ സിനിമയിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാര്യം കൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറിയത്. 2 പ്രാവശ്യം അവാർഡ് കിട്ടി. ഒരു ഡബിങ്ങിന് വേണ്ടി ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അവാർഡ് സൗദി വെള്ളക്കാരൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഒരു അമ്മയ്ക്ക് ശബ്ദം കൊടുക്കുകയാണ് കിട്ടിയത്. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് വെച്ചതി ഒന്നും താഴേക്ക് പോയിട്ടില്ല. അത് പിന്നെ എൻ്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചിട്ടുള്ള ആളാണ് സലീം. അത് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്.
ബോൾഗാട്ടിയിലാണ് വീട്. സലിമായിട്ട് തെറ്റി അതിന് ടി വിയിലൊക്കെ എല്ലാവരും കാണും. ഇയാളെ മലയാളത്തിൽ മാത്രമല്ല സിനിമയിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഞങ്ങളും ഇതുപോലെ എല്ലാവരെയും വിളിച്ചു കൂട്ടാറുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷവും ഇതും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മനസ്സിൽ. സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും. സന്തോഷമല്ലേ? നമ്മളെ കുറെ കാര്യങ്ങളിൽ നിൽക്കുകയാണ്. കാരണം നമ്മുടെ പ്രായം കഴിഞ്ഞാൽ എന്നോട് അച്ഛൻ പറഞ്ഞതാ, ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് എൻ്റെ പേരക്കാവിലെ മരുന്നോട് ഭയങ്കര കിടക്കും. ആകെ 2ാം ക്ലാസ് പഠിക്കുന്നതാണ്. ഭയങ്കര ചീർക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അറിയിക്കുന്നത് കൊച്ചിനോട്. അപ്പൊ ഞാൻ ഓർത്തേ ഇപ്പോഴൊക്കെ പറഞ്ഞാല അപ്പൊ കൊച്ചിനോട് നീ എന്തെങ്കിലും കാണിക്കുന്നത് ചോദിച്ചാലും ഞാൻ ഓർത്തു. പിന്നെ ഓർത്തേ വേണ്ട, അവരുടെ കൊച്ചിനെ അവര് തല്ലേ കൊല്ലോ നമ്മുടെ കുറെ കാര്യങ്ങൾ ഇടപെടുന്നു. കാരണം നമ്മൾ അവരുടെ നമ്മൾ പ്രശ്നം കാണും. വേഗം ജീവിതത്തിൽ എന്തിനാണെന്ന് ഒറ്റ പ്രശ്നം തന്നെ ഫലമ്പാവും ഇന്നത്തെ വരവും പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലായ എനിക്കറിയാം. നമ്മൾ പേരക്കാരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മരുമക്കളോട് വെല്ലുവിളിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല. ഇതെന്തായാലും ഇങ്ങനെ കളിക്കണം, നീ എന്തായാലും പ്രശ്നമാകെ അവർ ആ മകനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ മകനെ ഇഷ്ടപ്പെടുമായി കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കണ്ട, ആലോചിക്കാൻ വേണ്ട. ഏതായാലും അവരുടെ മക്കളവർ നോക്കുമല്ല, അവര് നോക്കിക്കോട്ടെ. കുറെ കാര്യങ്ങൾ വന്നത് വിട്ട് കളയുക, എന്നിട്ട് TV കളയുക, സിനിമക്ക് പോവുക. പിന്നെ 5-6 വീഡിയോക്കെ സിനിമക്ക് പോകണം. ആ സിനിമ കണ്ട് അതിൽ സന്തോഷം. പിന്നെ എന്തെങ്കിലും എവിടേക്കൊക്കെ ദൂരെ യാത്രക്ക് അച്ഛന്മാരോട് പറഞ്ഞ അച്ഛന്മാർക്ക് വിമാനത്തിലൊക്കെ കൊണ്ടുപോകണേ. ഞാനിപ്പോ പറഞ്ഞതിന് ഇപ്പൊ 10 പിന്നെ അമ്മമാരെ കൊണ്ടുപോയി. ഇനി 10 പേര് പൈസ മേടിച്ച് റെഡിയാക്കിയിട്ട് നോക്കില്ല. അപ്പൊ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നത് നമുക്ക് എന്ത് കാര്യം കുറച്ച് ആളുകളുടെ ഇവിടെ കുറഞ്ഞൊന്നുണ്ടാവില്ല. അപ്പൊ വിളിക്കേണ്ട സമയത്ത് ഹാപ്പിയായിട്ട് പോവാം. അത്ര ഒരു കാര്യമില്ല. അത് എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ നിങ്ങൾക്ക് കലാപരിപാടികളൊക്കെ കാണില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് നീങ്ങാം. വളരെ സന്തോഷം ഇതിൽ പങ്കെടുക്കാനും നിങ്ങളൊക്കെ കാണാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്ദി പൗളിക. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, പാലാപ്പറമ്പിൽ ചുമ്മാർ പൗളി എത്രയും എന്ന മലയാള ടെലിവിഷൻ പരമ്പരയുടെ പ്രശസ്തി നേടി സിനി ആർട്ടിസ്റ്റ് തിരക്കഥാകൃത്തുമായ ശ്രീ സലീം ഹസൻ സാറിനെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിനാണ് എത്രയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു. ഏറെ സന്തോഷകരവും അനുഗ്രഹീതവുമായ ഈ നിമിഷത്തിന് അധ്യക്ഷം വഹിക്കുന്ന റവറൻഡ് ഡോക്ടർ അംബ്രോസ് കുട്ടൻവീട്ടിൽ പിതാവ്, സ്വാഗതം ആശംസിച്ച ഫാദർ പോൾ തോമസ് കളത്തിൽ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അനുഗ്രഹീത കലാകാരി പൗളി ചേച്ചി, വേദി വിഭവിഷ്ടരായ റവറൻഡ് ഫാദർ ജേക്കബ് മാവുങ്കൽ, ഞാൻ ഈ വേദിയിൽ കേൾക്കുന്നത്. ഇത്രയും ദൈവാനുഗ്രഹീതരായ വൈദികരുടെ ഇടയിൽ ഒരു സീറ്റ് ലഭിച്ചത്, അതിൽ സാധാരണക്കാരനായ എന്നെ പങ്കെടുപ്പിച്ചത് കോളജനോടുള്ള നന്ദിയും കടപ്പാടും മരണം വരെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും എന്ന് ഞാൻ ആദ്യമായി. മറിമായത്തിലൂടെയാണ് നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ചാനലുകളിൽ ആയിരക്കണക്കിന് പ്രോഗ്രാമുകളുള്ളതിൽ 14 വർഷക്കാലമായി ജനപക്ഷത്ത് നിൽക്കുന്ന ഈ പ്രോഗ്രാമിനെ ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാനാണ് ഇങ്ങനെയുള്ള വേദി ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സമയം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മളെക്കുറിച്ച് ഓർക്കാൻ, നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ, നമ്മൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാൻ നമ്മളോട് കുറുമ്പ് തോന്നാത്ത അങ്ങേ 2 പേര് ഭൂമിയിലുണ്ടാകുന്നത് അച്ഛനും അമ്മയുമാണ്. നമ്മളൊക്കെ വളർന്ന് വലുതായി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ജീവിതവും ആരോഗ്യവും സമ്പത്തും സമയവും എല്ലാം ത്യജിച്ചുകൊണ്ട് നമ്മളെ വളർത്തി വലുതാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ തിരിച്ച് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ വൃഥാവിലായി പോകുന്ന ഒരവസ്ഥയാണ്. കാരണം ഞാൻ ഈ മറിമായത്തിൽ പറയുന്ന ഡയലോഗുകളും നാടൻ ശൈലിയുമെല്ലാം എൻ്റെ മാതാവിൽ നിന്നും എനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം.
ഒരു നിഘണ്ടുവിലും ഇല്ലാത്ത, ഒരു ബുക്കിലും എഴുതി വെക്കാത്ത വാക്കുകളാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറ്. ഞാനിപ്പോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് മലയാളികൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലെത്തി, സംസ്ഥാന അവാർഡ് കിട്ടി, ലോക രാജ്യങ്ങളിൽ മുഴുവൻ പോകാനൊക്കെ പറ്റി. പക്ഷേ ഞാൻ തിരിച്ചു വന്നു കയറുമ്പോൾ ഉമ്മ കിടന്ന ആ റൂമിലേക്ക് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കട്ടിൽ ശൂന്യമാണ്. ആ കട്ടിലിൽ നമ്മളെ കാത്ത് ഒരാൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പെടലി ഒന്ന് തിരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ അന്ന് വില മനസ്സിലായില്ല. ഭാര്യയും മക്കളുമൊക്കെയാണ് നമുക്ക് വലുതെന്ന് തോന്നി. ലോകം മുഴുവൻ നേടി തിരിച്ചു വരുമ്പോഴും നമ്മളെ കാത്ത് നമ്മളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ള കാലമാണ് മനോഹരമെന്ന് എനിക്ക് സ്വന്തമായി തോന്നിയതാണ്. അതുകൊണ്ട് നാം യുവത്വം എത്ര നമ്മളെ ത്രസിപ്പിച്ചാലും നമ്മുടെ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് മനുഷ്യനായി ജനിക്കുന്നവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്നിവിടെ ചെറിയ നരയും തൊലി ചുരുങ്ങിയുമൊക്കെ ആകാംക്ഷയോടെ പിതാവിലേക്ക് നോക്കിയിരിക്കുന്ന നിങ്ങളുടെ ചോരയും നീരും വിയർപ്പും അധ്വാനവുമാണ് ഈ രാജ്യത്ത് കാണുന്ന വികസനങ്ങളെല്ലാം. നിങ്ങൾ കൊണ്ട് വെയിലാണ് ഇന്നത്തെ ഇവിടുത്തെ പാലം, റോഡും മെട്രോയുമെല്ലാം. നിങ്ങൾ ഈ പ്രായം വരെ ജീവിച്ചടച്ച ടാക്സാണ് ഈ രാജ്യത്തിന്റെ പുരോഗതി. ഒരിക്കലും നമ്മൾ ആരും മോശക്കാരല്ല. നമ്മൾ ഈ രാജ്യത്ത് ജനിച്ച്, നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച്, നമ്മൾ ഈ രാജ്യം കെട്ടിപ്പടുത്ത് ഈ രാജ്യത്തിന് പുതിയ തലമുറയെ സംഭാവന ചെയ്തിട്ടാണ് നിങ്ങൾ ഈ വിശ്രമ ജീവിതം നയിക്കുന്നത്. ഒരു കഥയിൽ, ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു പിതാവ്, ഒരു 70-75 വയസ്സായ പിതാവ് ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്ക് കണ്ണ് ശരിക്ക് പിടിക്കാതെ തൊട്ടടുത്തിരുന്ന മകനെ വിളിച്ച് ചോദിച്ചു, ഈ എഴുതിയേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. പുള്ളിക്കത് കണ്ണ് തിരിയുന്നില്ല. നിങ്ങൾക്ക് എന്ത് സംശയമാണ്? മകൻ കയർത്ത്, നിങ്ങൾക്ക് എന്തിനും സംശയമാണല്ലോ, എന്തിനാണ് ഈ വാദം വന്നിരിക്കുന്നത്? ഇപ്പൊ അറിഞ്ഞിട്ടെന്താ കാര്യം? അകത്ത് പോയിലൂടെ മനുഷ്യനെ നാണെടുത്താൽ എന്ന് പറഞ്ഞാൽ ക്ഷോഭിച്ചു മകൻ. പിതാവ് ഒരു നിമിഷം ഒന്നുമല്ലാതായി പോയി. പുള്ളി ചൂല് പോലെ എഴുന്നേറ്റ് അകത്ത് പോയി തൻ്റെ അലമാരിയിൽ നിന്നും ഒരു പഴയ ഡയറി തപ്പി പിടിച്ചെടുത്ത് അതിൽ നിന്നൊരു പേജ് കൊണ്ടെന്ന് മകൻ വായിക്കാൻ കൊടുത്തു. ആ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്നെൻ്റെ മകൻ സൂര്യൻ്റെ 10ാം ജന്മദിനമാണ്. ഞാനും എൻ്റെ മകനും എൻ്റെ ഭാര്യയും കൂടി വൈകുന്നേരം വെറുതെ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ പോയി. കാറ്റുകൊണ്ടിരിക്കുമ്പോൾ മകനെ ചേർത്ത് മടിയിലിരിക്കുമ്പോൾ അവിടെ ഒരു കാക്ക വന്ന് പറഞ്ഞിരുന്നു, അച്ഛാ, ആ വന്നിരുന്നത് എന്താണ്? അത് കാക്കയാണ് മോനെ. എന്തിനാണ് അച്ഛാ അതിവിടെ വന്നിരുന്നത്? അതെന്തെങ്കിലും ഭക്ഷണം തേടി വന്നതായിരിക്കും മോനെ. കാക്കയെന്ന് ആരാണ് അച്ഛാ കാക്കക്ക് പേരിട്ടത്? എത്ര സംശയം ചോദിച്ചിട്ടും സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ കുട്ടിയുടെ സംശയം ദൂരീകരിച്ചു കൊണ്ടിരുന്ന മകന് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരല്പം പോലും ദേഷ്യം ആ പിതാവിന് തോന്നിയിട്ടില്ല. ആ പയ്യൻ വളർന്നു വലുതായി ഒരക്ഷരം தெரியாത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ശൗര്യം ആ മകന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ മാതാപിതാക്കൾ ഒരു ബാധ്യതയായി കാണുന്ന കാലഘട്ടത്തിൽ കോട്ടപ്പുറ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാനും സംഘടിപ്പിക്കാനും ഒരുമിച്ച് കൂടാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും ഒക്കെ ഇപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം എന്തായാലും അഭിനന്ദനീയമാണ്. ഞാനിവിടെ ഇന്ന് വരേണ്ടിയിരുന്ന ആളല്ല. വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷം നഷ്ടപ്പെടുമായിരുന്നു. കാരണം അമ്മയില്ലാത്ത എൻ്റെ അമ്മയുടെ മുഖമാണ് നിങ്ങളിൽ ഞാൻ കാണുന്നത്. അച്ഛനില്ലാത്ത അച്ഛന്മാരുടെ മുഖമാണ് ഞാൻ കാണുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൈദികരുടെ ശുഭ്ര വസ്ത്രമാണ് ഞാൻ കാണുന്നത്. പോളച്ചനെ ഈ പ്രോഗ്രാമിന്റെ ഡേറ്റ് പറയാൻ ഒരു ദിവസം വിളിച്ചു. അപ്പൊ ഞാൻ കരുനാഗപ്പള്ളിയിൽ ഒരു ഷൂട്ടിൽ നിൽക്കുകയായിരുന്നു. അച്ഛൻ എനിക്ക് വ്യക്തമാകുന്നില്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു.
ഞാൻ 3-4 ദിവസം മറന്നുപോയി. അവസാനം വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ തിരക്കിലായിരുന്നു. അപ്പൊ അച്ഛൻ ഈ ഡേറ്റ് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ എന്നെ വിളിച്ചില്ല, ഞാൻ അറിയിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ചിലപ്പോ എന്നെ ഒഴിവാക്കിയിട്ടുണ്ടാവും, ലുക്കുള്ള നടനല്ല, പിന്നെ ഇവിടെ വിളിച്ച് വരുത്തിയിട്ട് എന്താ കാര്യം എന്നോർത്ത് ഞാൻ ഈ ഡേറ്റിന് വേറെ പരിപാടി വിളിച്ചു. കാരണം ഇത്രാം തീയതി പരിപാടി, അല്ലെങ്കിൽ നോട്ടീസ് ഇന്നതാണ്, അല്ലെങ്കിൽ വലങ്ങോട്ടാണെന്ന് ആരും വിളിച്ചില്ല. അപ്പൊ പൗരി ചേച്ചിനൊക്കെ പോലെ വലിയ അടിയാക്കിയപ്പോ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനുഷ്യനുള്ള നിലയ്ക്ക് കരുതിയത്. പക്ഷേ നമ്മുടെ ഇതിന്റെ ചുമതലക്കാരനായ ബിയോണച്ചൻ ഇന്നലെ രാവിലെ എന്നെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ എടുക്കാൻ സാധിക്കും. അപ്പൊ ബിയോണച്ചന്റെ പ്രാർത്ഥന ചെറുതല്ല, എല്ലാ ഇടവകാലങ്ങളും അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെയാണ് പുള്ളി പ്രാർത്ഥിച്ച നല്ല ഫലസിദ്ധിയുള്ള അച്ഛനാണ് ബിയോണച്ചൻ. ഞാൻ തമാശക്ക് വേണ്ടി പറഞ്ഞത് തന്നെയാണ്. ഒരുപാട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളെയൊക്കെ കാണുന്നു, പക്ഷേ സമയം അതിക്രമിച്ചു. അതുപോലെ ബഹുമാന്യരായ വൈദികർ സംസാരിക്കാനിരിക്കുന്നതോട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ 2 വരി കവിത, നമ്മുടെയൊക്കെ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു 2 വരി കവിത പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ടൊരു നാടുണ്ടാകുന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാകുന്നേ, പുഴ നിറയെ മീനുണ്ടാകുന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാകുന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാകുന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാകുന്നേ, പുഴ നിറയെ മീനുണ്ടാകുന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാകുന്നേ. അന്നവിടെ വയലുണ്ടാകുന്നേ, വയലിറയെ കതിരുണ്ടാകുന്നേ, കതിർ കൊത്താൻ കിളി വരുമാറേ, കിളികൾ പാടണ പാട്ടുണ്ടാകുന്നേ. ആ നാട്ടിൽ തണലുണ്ടാകുന്നേ, മൺവഴിയിൽ മരമുണ്ടാകുന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ ഉണ്ടാകുന്നേ. നല്ല മഴ പെയ്തുണ്ടാകുന്നേ, നരകത്തീ ചൂടില്ലാതെ, തീ വെട്ടിക്കളവില്ലാതെ, തിന്നണതൊന്നും വിഷമല്ലാതെ. ഒരു വീട്ടിൽ അടുപ്പു കഴിഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാതെ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാതെ. നാടെങ്ങും മതിയില്ലാതെ, നടവഴിയിടവഴി നൂറുണ്ടാതെ, 4 മണിപ്പൂവുണ്ടാതെ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാതെ. അന്നും പല മതമുണ്ടാതെ, അതിനപ്പുറമൻപുണ്ടാതെ, അന്നും പല മതമുണ്ടാതെ, അതിനപ്പുറമൻപുണ്ടാതെ. എന്റെ പടച്ചോ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു കല്ലില്ലാതെ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു കനവാണോ? താങ്ക് യു. നല്ല എടുത്തു പറയുന്നുണ്ട്. ഇന്ന് വയനാടിലെ ദുരന്തബാധിതരായ സഹോദരർക്ക് ഒരു കൈത്താങ്ങായി തിരിച്ചൊരുക്കിയിട്ടുള്ള ഈ സ്നേഹ സമ്മാനം നൽകുന്നതിനായി അഭിവൃദ്ധി പിതാവ് അന്ത്രോസ് പിതാവിനെ എത്രയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സഹായധനം സ്വീകരിക്കുന്നതിനായി കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് മാവുങ്കലച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ഇടവകളിൽ നിന്നും നമ്മുടെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സംഭാവനകൾ, ഇടവകളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്കാണ് ബഹുമാനപ്പെട്ട മാവുങ്കലച്ചൻ അഭിമന്യ പിതാവ് കൈമാറുന്നത്. നിങ്ങൾക്കേവർക്കും രൂപതയുടെ പേരിലുള്ള അഭിമന്യ പിതാവിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും നല്ല കയ്യടികൾ കൊടുക്കാം.
വാക്ക് നന്ദി ഞാൻ പറയുകയാണ്. നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടതാണ് വലിയൊരു തുക, 26,80,000 രൂപ വലിയ തുക തന്നെയാണ്. ആ തുക വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭവന നിർമ്മാണം, ഭവനത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ജീവനോപാധി പ്രദാനം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ അഭ്യുന്നത ലാഭനെ പോലെ നമ്മുടെ KCBC എടുത്ത ഒരു തീരുമാനത്തിന് പുറത്താണ് നമ്മൾ നടപടിയിലേക്ക് പോകുന്നത്. അവിടെയുള്ള 525 കുടുംബങ്ങൾക്ക് നമ്മൾ ജീവനോപാധി വിതരണം ചെയ്ത് കഴിഞ്ഞു. കൗൺസിലിംഗ് ശുശ്രൂഷ, സാന്ത്വന ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വീട് പണി തന്നെയാണ്. അത് ഉടനെ തന്നെ അടുത്ത KCBC മീറ്റിംഗിനകത്ത് അടുത്ത ആഴ്ച കൊണ്ട് തീരുമാനമെടുക്കുകയും അതിന് തുടർന്ന് പണികളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. കിഡ്സ് ചെയ്യുന്ന ഇത്തരം മഹനീയ വിജയങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി. സ്നേഹമുള്ളവരെ, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ കിഡ്സിന്റെ ഒരു പ്രോത്സാഹന സമ്മാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ സായംപ്രഭ അംഗങ്ങൾക്ക് നൽകുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം. കിഡ്സിന്റെ പ്രൊഡക്റ്റാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ ഫ്രാൻസിസ് പാപ്പപ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ വലിയ പ്രചോദനമാണ്. കാരണം ഫ്രാൻസിസ് പാപ്പയ്ക്ക് എത്ര വയസ്സായെന്ന് അറിയാമോ? ഈ ഡിസംബർ മാസം 17-ാം തീയതി അദ്ദേഹത്തിന് 88 വയസ്സാണ്. 88 വയസ്സ്. പക്ഷേ ഈ സിനിമ, അതായത് ഈശോ മറിയോസ്, ആ സിനിമക്കാണ് എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത്. അതായത് അതിൽ നമ്മുടെ കൊച്ചി ഭാഷ, അതായത് നിങ്ങൾ അത്രയും കൊച്ചിയല്ല പറയുന്നത്, ഞങ്ങളുടെ വൈറ്റിങ്ങൽ പറയുന്ന ഒരു സംഭവം കാണിക്കുന്നു. അതായത് ബന്ധുക്കാര് നമ്മൾ ഒരു അകർച്ചയുണ്ട് ഈ വീട്ടുകാരായിട്ട്, മകന്റെ ഭാര്യയുടെ വീട്ടുകാരായിട്ട് വെച്ച് അകർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ അപ്പം മരിക്കുന്നത്. അപ്പം മരിച്ചു കഴിയുമ്പോൾ മരിച്ചവർക്ക് അവിടെ ചെല്ലുമ്പോൾ വടക്കാണെങ്കിൽ നമ്മൾ മരിച്ചാൽ പോവില്ല, അതങ്ങനെ ഒരു സംഭവം. അപ്പൊ മരിച്ചു ചെല്ലുമ്പോൾ എല്ലാ വീട്ടിലും പണ്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആരാണ് എനിക്ക് പരിചയമുള്ള വരുമെങ്കിൽ അച്ഛൻ പേര് കരയിലൊക്കെ ഞാൻ ആ പേര് പറഞ്ഞ കാര്യങ്ങൾ പരിപാടി പണ്ട് അങ്ങനെയായിരുന്നു. അതിനെ പദം പറഞ്ഞ് കരണമെന്നാണ് അന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അതായത് എന്റെ വീട്ടിൽ, അതായത് അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മരുമോളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരണം ഒരു സന്ദർഭം. അപ്പൊ മരുമോളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് ഈ അപ്പം മരിച്ചിട്ട് പിറ്റേ ദിവസം രാത്രിയൊക്കെ മരിച്ച് കരഞ്ഞ് വശക്കേടായി ഇരിക്കുന്ന സമയത്ത് നേരം എടുത്തു കഴിഞ്ഞപ്പോ ഈ അയൽവാസികൾ കട്ടൻ ചായ ഒരു പരിപാടി ഉണ്ടല്ല, കട്ടൻ ചായ ഇച്ചിരി കുടിയിടോ എന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ ഇല്ല സംഭവമില്ല അല്ലേ? അപ്പൊ അതങ്ങനെ കുടിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് വേറൊരു അയൽവാസം നിൽക്കും പറയും, ഒരു സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ നിന്നിട്ട് വന്നു. ഇത് കേട്ട വന്ന് കേൾക്കാത്ത അപ്പന്റെ നെല്ലത്തോട്ട് ഒറ്റ വീഴ്ച. അപ്പ വടക്കിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പനെന്താണ് ഒന്നുമില്ലാത്തത്? സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അപ്പൊ നീ പരാതി ഒന്നും ഉണ്ടാക്കില്ല. ല്ലേ അപ്പം പറഞ്ഞല്ലേ എന്താ കുഞ്ഞപ്പാ താറാങ്കറി ഉരുളക്കിഴങ്ങിന്റെ കരുവെണ്ണമെന്നും പറഞ്ഞ് കുടിക്കാനിരുന്ന ആളല്ലേ ഇതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയതാണ്. കുഴപ്പമില്ലല്ലോ, എനിക്ക് അടിക്കുന്ന അവാർഡ്. ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ സിനിമാ താരം ശ്രീമതി പൗളി ചേച്ചിയാണ്. ചേച്ചിയെ വിളിച്ചപ്പോൾ വളരെ ഒരു സംഗമത്തിന് ഞങ്ങളുടെ പിതാവിന്റെ ഒരു കുർബാന മാത്രം മതി എന്നാണ്. അത്രയ്ക്കും സ്നേഹമുള്ള പിതാവാണ്. അപ്പൊ നമുക്കറിയാം, വളരെ ലളിതമായിട്ട് തന്നെ പിതാവ് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പ്രത്യേകമായിട്ട് പിതാവ് നമ്മളൊപ്പം തന്നെയുണ്ട്. നല്ലൊരു ആർച്ച് വെച്ചിട്ടുണ്ട്, ഒത്തിരി പബ്ലിസിറ്റി ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അപ്പച്ചനമ്മച്ചമാരും സാറ് വരാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു കാര്യം മാത്രം പറഞ്ഞു.
പക്ഷേ ഒത്തിരി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഒപ്പമായിരിക്കും, കൂടെ ആയിരിക്കുക, നല്ലൊരു സന്ദേശം നൽകി നമ്മളിൽ മാതാപിതാക്കന്മാരെ കാണാനൊക്കെ പറ്റിയ സാറിന് നല്ലൊരു കാര്യം ഒഴിച്ചുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ അച്ഛൻ ജേക്കബ് അച്ഛൻ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കിഡ്സിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ എല്ലാം സോഷ്യൽ സർവീസിന്റെ ഡയറക്ടർ ഹലോ. ഓക്കെ, ഇന്ന് മാതാവിന്റെ വണക്കമാസം അവസാന ദിവസമാണ്. വീട്ടിൽ ചുവരുകൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വീട്ടിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. സ്വാഗതം സായംപ്രഭ അംഗങ്ങളാണ്. കൊത്തലങ്കോയിൽ നിന്നും സാന്ത്വനം സായംപ്രഭ അംഗങ്ങളാണ്. സിസിലി തോമസ്, റോസി മൈക്കിൾ. എത്രയും സ്നേഹപൂർവ്വം ഇവരിക്കോടും കണ്ണുനീരും ചുടു കണ്ണുനീരും കണ്ണുനീരും ചുടു കണ്ണുനീരും ചെറുനാടന്നൊരു കാല തന്നുകൂടി നടന്നൊരു പെണ്ണെ നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുൾ അനുഗ്രഹിക്കൂ.